ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ 12 രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, കാൽ ഈ 3 നക്ഷത്രങ്ങളാണ് മേടം രാശിയിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സ്ത്രീകൾ മൂലമോ സ്നേഹിതന്മാർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ചെറിയ മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. യാത്രാക്ലേശത്തിന്, ധനക്ലേശത്തിന് ഇതിനൊക്കെ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. ഓം നമഃശിവായ ജപിക്കുക. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയും. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഒരു മാസം കഴിവതും യാത്രകളൊക്കെ കുറച്ച് വെക്കുന്നത് നല്ലതാണ്. ഓം നമഃശിവായ 108 പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജപിക്കുന്നതും നല്ലതാണ്. ദോഷങ്ങൾ കുറയും. പിന്നെ കുജൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, പ്രശസ്തി, വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത, രോഗം ഒക്കെ കുറയുക, രോഗശമനം ഉണ്ടാകുക, ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക, അതുപോലെ എല്ലായിടത്തും എല്ലാ കാര്യങ്ങൾക്കും ഒരു സാധ്യത, കാര്യവിജയം ഉണ്ടാകുക. പല വഴക്കുകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ പരിഹാരമായിട്ട് പരിഹരിക്കുന്നതിന് സാധ്യതയാണ്. വളരെ നല്ല സമയമാണിത്. എല്ലായിടത്തും ഒരു വിജയമുണ്ട്. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു മാസം മുഴുവനും വളരെ നല്ലത് തന്നെയാണ് കുജൻ ചെയ്യുന്നത്. ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, കുടുംബസുഖം, സമാധാനം, വിദ്യാവിജയം, മാതാവ് മൂലമായിട്ടൊക്കെ സന്തോഷമോ നേട്ടങ്ങളോ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ മാസം മുഴുവനും 30-ാം തീയതി വരേക്കും. പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. തൊഴിൽ സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കോ മാറ്റങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നു. ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു. പിതാവ് മൂലം മനക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഈ സഹസ്രനാമാർച്ചന പുഷ്പാഞ്ജലിയുണ്ട്, രാജഗോപാല അർച്ചന തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓഫീസിലെ ചില പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നതും നല്ലതാണ്. 108 പ്രാവശ്യം ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. എന്നാൽ ചില നല്ല കാര്യങ്ങളും സാധിച്ചു തരുന്നതിന് ഇടയുണ്ട് ഈ സമയത്ത് തന്നെ. അതായത് ഈ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം സാധ്യമാകുക, അല്ലെ തുടക്കം കുറിക്കുക, അതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. നിത്യ വരുമാന മാർഗം തടസ്സപ്പെട്ട് കിടന്നവർക്ക് അത് ഒക്കെ നന്നായി ദോഷവും തടസ്സമൊക്കെ മാറുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പല നല്ല കാര്യങ്ങളും തരുന്നതാണ് ഈ വ്യാഴം. പിന്നെ ശുക്രൻ 20-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ശത്രുക്ലേശം, ബിസിനസ്സിൽ നഷ്ടമോ, പ്രതീക്ഷിച്ച പോലെ വരുമാനം ഉണ്ടാകാതിരിക്കുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവീ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ വഴിപാടുകൾ ചെയ്യുക. വേഗം ആ ദോഷങ്ങൾ കുറയും, വേഗം ഫലം കിട്ടും. എന്നാൽ 20-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനാണ് താനും. നല്ല ധനലാഭം ഉണ്ടാകുക, സർവ്വവിധമായ സുഖപ്രാപ്തി, കുടുംബസുഖം, വിദ്യാലാഭം, സ്നേഹിതർ മൂലമായിട്ടൊക്കെ ചില നേട്ടങ്ങൾ, സന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി 7.5 ശനിയാണ് എങ്കിലും വിപരീത വേദം നിമിത്തം ശനി ഇപ്പം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. 7.5 ശനി തുടങ്ങി ഈ കഴിഞ്ഞ മാർച്ച് 29-ാം തീയതി മുതൽ
പക്ഷേ അതിന് ഇപ്പോൾ ഈ മെയ് 15 തീയതി മുതൽ വിപരീത വേദം ഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. കാര്യവിജയം ഉണ്ടാകുക, ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക, ധനലാഭം ഉണ്ടാകുക, ഉദ്യോഗം ഒക്കെ ലഭിക്കുക, ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യതയുണ്ട്. പല സ്ഥാനമാനങ്ങൾ പദപ്രാപ്തിയൊക്കെ ലഭിക്കുന്നതിന് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ വളരെ നല്ല ഫലങ്ങളാണ് ശനി തരുന്നത്. ഏഴര ശനിക്കാലമാണ് എങ്കിലും അനുഗ്രഹമാണ് തരിക, ദോഷമൊന്നും ചെയ്യില്ല. പിന്നെ രാഹു കേതുക്കൾ, രാഹു ഇപ്പോൾ 11-ലാണ്, വളരെ നല്ല ഭാവത്തിലാണ്, നല്ല ഫലങ്ങളൊക്കെ തരും, അനുഗ്രഹം തരുന്നുണ്ട്. നിത്യ വരുമാനത്തിനൊക്കെ, പ്രത്യേകിച്ച് ഓൺലൈനായിട്ടുള്ള ജോലി കാര്യങ്ങൾ, അതിനൊക്കെ നല്ല സാധ്യതയുണ്ട്. ദോഷമൊന്നും വരുന്നില്ല. 2 കൈയും കൊണ്ടും അനുഗ്രഹിക്കുന്ന സമയമാണിപ്പോൾ. എന്നാൽ കേതു അങ്ങനെയല്ല. കേതു നല്ല ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ടോ സ്നേഹിതർ മൂലമായിട്ടോ ഒക്കെ ചില ക്ലേശങ്ങൾ, നഷ്ടങ്ങൾ, ചില പേരുദോഷങ്ങൾ, ഇതിനൊക്കെയും സാധ്യതയുണ്ട്. മനസ്സിന് നല്ല ടെൻഷൻ തരും പലപ്പോഴും. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ഈ ദോഷം അങ്ങനെ മാറിക്കിട്ടും. ഓം ഗം ഗണപതേ നമ എന്ന കേതുവിൻ്റെ മന്ത്രമുണ്ട്, ഗണപതിയുടെ മന്ത്രമുണ്ട്. അത് ജപിക്കുന്നതും കാലത്തും വൈകിട്ടും 108 വീതം ജപിക്കുക. അപ്പോൾ ഈ ഗണപതി പ്രീതി വന്നു കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷം ഉണ്ടാകില്ല. അപ്പോൾ ഇനി അടുത്തത് ഇടവം രാശി. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം പകുതി, ഈ 3 നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യനിപ്പോൾ 16 തീയതി വരെ വളരെ അനുകൂലനാണ്. മനസുഖം, രോഗമുക്തി, മിത്രസ്നേഹം, ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക, നല്ല ധനനേട്ടത്തിനൊക്കെ സാധ്യത ഉണ്ടാകുക, ബഹുമാനം ഒക്കെ പലയിടത്തും ലഭിക്കുക, സ്ഥാനമാനങ്ങൾ ലഭിക്കുക, സഹോദര സ്ഥാനീയർ മൂലമായിട്ട് പല നേട്ടങ്ങൾ ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ ഇത് 16 തീയതി വരെയേ ഉള്ളൂ. എന്നാൽ 17 തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല മനക്ലേശം, ഗ്രഹകലഹം ഉണ്ടാകുക, സ്ത്രീകൾ മൂലമായിട്ടൊക്കെ ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. ഓം നമഃശിവായ ജപിക്കുക 108 പ്രാവശ്യം വീതം. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. എന്നാൽ ഇത് 16 തീയതി വരെ വളരെ അനുകൂലനാണ്. 17 തീയതി മുതലേ ഉള്ളൂ ഈ ദോഷങ്ങൾ. അപ്പോൾ 17 തീയതിക്ക് ശേഷമുള്ള ഞായറാഴ്ചകളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനക്ലേശം, സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുക, ബന്ധുക്കളുമായിട്ടോ സ്നേഹിതരുമായിട്ടോ ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക. അവിടെ ഒരു പുഷ്പാഞ്ജലി ആയാൽ മതി, കുങ്കുമാർച്ചന, പുഷ്പാഞ്ജലി, കടുംപായസം ചെയ്യാവുന്നൊരു നല്ലത്, മാല ചാർത്തൽ, ഒരു നെയ്വിളക്ക്. ഒന്നുമില്ലെങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തൊഴുത്, ഒരു കാണിക്കയിട്ട് തൊഴുത് നമസ്കരിച്ച് പോരുക. വളരെയേറെ നല്ലതാണത്. ദോഷങ്ങളൊക്കെ കുറച്ച് തരും. ചൊവ്വാഴ്ച ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ബുധൻ 30 തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ശത്രുക്ലേശം ഉണ്ടാകാം, ബന്ധുക്കളുമായിട്ട് വഴക്കിന് സാധ്യത ഉണ്ടാകാം. പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ബുധനാഴ്ച ദിവസങ്ങൾ. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും, വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊക്കെ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. രാമായണമൊക്കെ വായിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അതുപോലെ ഹരേ രാമ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ഹരേ രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് കലിസന്ധരണ മന്ത്രമാണ്. കലികാലത്തിൽ ഇത് തരണം ചെയ്യാൻ പറ്റിയ മന്ത്രമാണ്. മഹാമന്ത്രത്തിലൊന്നാണ്. അത് കുളിച്ചില്ല എങ്കിലും ജപിക്കാവുന്നതാണ്. എപ്പോൾ വേണേലും എവിടെ വെച്ച് വേണേലും ജപിക്കാം. എന്നാൽ ഈ രാമൻ്റെ മന്ത്രം ജപിച്ചിട്ട് നിർത്തരുത്. അത് ഹരേ രാമ ജപിച്ചങ്ങ് നിർത്തരുത്. ഹരേ കൃഷ്ണ കൂടി ജപിച്ചിട്ടേ നിർത്താവുള്ളൂ. ഇനി വ്യാഴൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, സുഖപ്രാപ്തി, പ്രശസ്തി,
ഉയർച്ച, ശത്രുനാശം, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനൊരു ഒരു സന്തോഷം ഉണ്ടാകുക, പൊതുവെ കുടുംബ സുഖം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ഈ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ധനലാഭം, സർവ്വവിധമായ സുഖപ്രാപ്തി, ലോക ബഹുമാനം, ആരോഗ്യ വസ്ത്രാഭരണാദി ലാഭം, കുടുംബസുഖം ലഭിക്കുക, സ്ത്രീകൾ മൂലമൊക്കെ പല നേട്ടങ്ങൾ ഉണ്ടാകുക, ഇതിനൊക്കെ സാധ്യത കാണുന്നു. വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശുക്രൻ. പിന്നെ ശനി 11-ാം ഭാവത്തിലാണ് വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, രോഗശമനം, ബഹുമാന ലാഭം, അധികാരപ്രാപ്തി, ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ സന്തോഷപ്രദമായ ഒരു ജീവിതം തരുന്നതാണ് ഈ ശനി. പിന്നെ രാഹു കേതുക്കളെ അത്ര അനുകൂലരല്ല. കേതു ഹെൽത്ത് സംബന്ധമായും വാഹന സംബന്ധമായിട്ടും ഒക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ആ ദോഷം കുറയും. ഈ രാഹു കർമ്മസ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത തരുന്നതിന് ഇടയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മിഥുനം രാശി. മകയിരം പകുതി, തിരുവാതിര, പുണർതം മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിലുള്ളത്. ഇവർക്ക് സൂര്യൻ 16-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, ധനക്ലേശം, വ്യാപാരത്തിലും കൃഷിയിലുമൊക്കെ ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക, ദോഷം കുറഞ്ഞു കിട്ടും. ഓം നമഃ ശിവായ ജപിക്കുന്നതും നല്ലതാണ്, രാവിലെയും വൈകിട്ടും. എന്നാൽ 17-ാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനാകുന്നതാണ്. രോഗമുക്തി, മനസമാധാനം, ശത്രുപരാജയം ഉണ്ടാകുക, നേട്ടം ഉണ്ടാകുക, ധനലാഭം, ബഹുമാന പ്രാപ്തി, പലയിടത്തു നിന്നും അഭിമാനം ലഭിക്കുന്നതിന്, അഭിമാനപരമായിട്ടുള്ള പല സംഭവങ്ങൾക്കും സാധ്യത ഉണ്ടാവുക, സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക തുടങ്ങി വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. ഇത് 17-ാം തീയതി മുതൽ അങ്ങോട്ട്. അതുവരെ ഞായറാഴ്ച ദിവസം അത്ര നന്നല്ല, 16-ാം തീയതി വരെയുള്ള. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ്. ശത്രുക്ലേശം, ബന്ധുവിരോധം, സ്ഥാനഭ്രംശം, രക്തസംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക, ദോഷം കുറയുന്നതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലെ നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, ഒരു കുങ്കുമാർച്ചന അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കടുംപായസം അതൊന്നുമില്ലെങ്കിലും പോയി തൊഴുത് കാണിക്കയിട്ട് നമസ്കരിച്ച് വരിക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നല്ലതാണ്. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ്. സന്തോഷം ലഭിക്കുക, ധനപ്രാപ്തി ഉണ്ടാകുക, ആഭരണാദികളൊക്കെ കിട്ടുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സജ്ജനങ്ങളുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തുക, അതുമൂലം പല നേട്ടങ്ങളും ഉണ്ടാകുക, മനസ്സമാധാനം ഉണ്ടാകുക, അത് സന്തോഷം ലഭിക്കുക, അതിനൊക്കെ വളരെ നല്ല സാധ്യത കാണുന്നുണ്ട്. പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ല. തൊഴിൽ സ്ഥലത്ത് ചില മാറ്റങ്ങൾക്കൊക്കെ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. മനക്ലേശം നന്നായിട്ട് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അധികാരികൾ മൂലമൊക്കെ പല ക്ലേശങ്ങൾ ഉണ്ടാകാം. ഈശ്വരവിശ്വാസം പോലും ചിലപ്പോൾ കുറഞ്ഞു വരാം. അങ്ങനെ ഒരു ക്ലേശപരമായിട്ടുള്ള സമയമാണ്. അധിക ചിലവ് തുടങ്ങിയ നല്ല ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത വരുന്നുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ്. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. എന്നാൽ ചില നല്ല ഫലങ്ങളും ഈ സമയത്ത് തന്നെ വ്യാഴൻ തരുന്നതാണ്. അതായത് ഇതുവരെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായ തുടക്കം കുറിക്കുക, സന്താനങ്ങളുടെ ഭാഗ്യം അനുകൂലമായി വരിക, സന്താനങ്ങളുടെ വിവാഹം, ജോലി, ഉന്നത വിദ്യാഭ്യാസം ഇതൊക്കെ അനുകൂലമായി വരുന്നതാണ്. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. വളരെ നല്ല ഫലങ്ങളാണ് തരുന്നത്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, സുഖപ്രാപ്തി ഉണ്ടാകുക, സ്നേഹിതർ ലാഭം ഉണ്ടാകുക, സ്ത്രീകൾ മൂലം പല നേട്ടങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്.
പിന്നെ കണ്ടകശനിയായിട്ട് തുടരുകയാണ്. മനക്ലേശം, തൊഴിൽ സ്ഥലത്ത് ചില തടസ്സങ്ങൾ, തർക്കങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. രോഗക്ലേശങ്ങളൊക്കെ നന്നായിട്ട് ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട്. മാനഹാനി ഉണ്ടാകാം. രോഗങ്ങൾ, ഈ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ കെയർഫുള്ളി ഇരിക്കേണ്ടതാണ്. ടെസ്റ്റിങ്ങൊക്കെ അവോയ്ഡ് ചെയ്യാതെ മരുന്നൊക്കെ യഥാസമയം കഴിക്കേണ്ട സമയമാണിത്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴിയൊക്കെ വഴിപാട് ചെയ്യുക. ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ രാഹു കേതുക്കളെ, കേതു അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. ശത്രുനാശം ഉണ്ടാകുക, രോഗശമനം ഉണ്ടാകുക, ഇതിനൊക്കെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പക്ഷേ രാഹു അത്ര അനുകൂലനല്ല, ദോഷപ്രദനാണ്. ഭാഗ്യദോഷം വരുത്തുന്നതിന് സാധ്യതയുണ്ട്. പിതൃബന്ധുക്കൾ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ദുർഗാപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ്. ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലെ ഒരു അർച്ചന ചെയ്യുക, അതൊക്കെ നല്ലതാണ്. ദുർഗാ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഓം ഹ്രീം ദും ദുർഗായൈ നമ, ഇതാണ് ദുർഗാ മന്ത്രം. ഇതൊരു 108 പ്രാവശ്യം വീതം ഡെയിലി ജപിച്ചോ, വളരെ നല്ലതാണ്. ഈ രാഹുവിൻ്റെ ദോഷത്തിനൊരു കുറവുണ്ടാവും. കർക്കിടകക്കൂറ്, പുണർതം, കാല്, പൂയം, ആയില്യം, ഈ 3 നക്ഷത്രങ്ങളാണ് ഈ കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. മനക്ലേശം, രോഗദുരിതങ്ങളെ, ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, ധനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് കൂവളമാല ചാർത്തൽ, ധാര വഴിപാട് നടത്തൽ, ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്യുക. ഓം നമഃശിവായ ജപിക്കുക. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും 108 പ്രാവശ്യം വീതം ജപിക്കുക. അതൊക്കെ അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് തരുന്നതാണ്. പിന്നെ കുജൻ വളരെ അനുകൂലനാണ്. ധനലാഭം, ശത്രുപരാജയം, നല്ല ആഹാരം, വസ്ത്രങ്ങൾ, ഇതൊക്കെ ലഭിക്കുക, ഇതിനൊക്കെ നല്ല സാധ്യതയുണ്ട്. ആഭരണാദികളൊക്കെ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എല്ലായിടത്തും ഒരു വിജയം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ല. ധനനാശം, ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, വഴക്കുണ്ടാകുക തുടങ്ങിയ ദോഷഫലങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറഞ്ഞു കിട്ടും. വ്യാഴം ദോഷസ്ഥാനത്താണ് 16-ാം തീയതി. പക്ഷേ ഈ ദോഷസ്ഥാനത്താണെങ്കിലും 16-ാം തീയതി വരെ വ്യാഴൻ അനുകൂലനല്ലാതെ ഉള്ളൂ. 16-ാം തീയതി വരെ ഉള്ളൂ. അത് ധനച്ചിലവ് അധികമായിട്ട് വരാം. കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകാം. അതിനൊക്കെ ഒരു സാധ്യത ഉണ്ട്. വീട് വിട്ടു പോകേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഈ അർച്ചന ചെയ്യുക, സഹസ്രനാമം അർച്ചന ചെയ്തോളൂ. സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമായിട്ടാണത്. പക്ഷേ അതിലൊക്കെ ശക്തമാണ് നമ്മൾ ഈ നാമം ജപിക്കാവുന്ന വരിക. പിന്നെ എന്നാൽ ഇത് 16-ാം തീയതി വരെയാണ് ഈ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ദോഷം ഫലം തരുന്നത്. 17-ാം തീയതി മുതൽ വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കുന്നു. ആകയാൽ ഈ 17-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, സുഖപ്രാപ്തി, പ്രശസ്തി, ഉയർച്ച, ശത്രുനാശം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് ഈ 17-ാം തീയതി മുതലിങ്ങോട്ട്. ഭൂമിയോ വീടോ വാഹനമോ ഒക്കെ ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് ഒരു സാധ്യത ഉണ്ട്. ഒന്ന് ശ്രമിച്ചുകൊള്ളുക. കുടുംബപരമായ സ്വത്തൊക്കെ കൈവശം വന്ന് ചേരുന്നതിനും ഒരു സാധ്യത ഉണ്ട്. മാതാവിൻ്റെ വകയായിട്ടുള്ള സംഭാവനകളോ ഒക്കെ സാധ്യത കാണുന്നു. തീർത്ഥാടനവും മറ്റുമൊക്കെ നടത്തുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ശുക്രൻ അത്ര ദോഷപ്രദനല്ല, എങ്കിലും ചില തടസ്സങ്ങളൊക്കെ വരുത്തും എന്നേ ഉള്ളൂ. പൊതുവെ അനുകൂലനാണ്. പിന്നെ ശനി അത്ര അനുകൂലനല്ല. രോഗം, ധനഹാനി, ശത്രുവൃത്തി, ബന്ധുക്കൾ മൂലം ക്ലേശങ്ങളെ, നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി, നീരാഞ്ജനം ഒക്കെ വഴിപാടുകൾ നടത്തുക, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ രാഹുകേതുക്കൾ അത്ര അനുകൂലരല്ല.
കേതു ധനക്ലേശം വരുത്താം. രാഹു പൊതുവെ നല്ല ക്ലേശങ്ങളും ദുഃഖങ്ങളും തരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ദുർഗാദേവിയുടെ മന്ത്രം ജപിക്കലോ ദുർഗാക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കേതു രാഹുവിൻ്റെ ദോഷത്തിനൊരു കുറവുണ്ടാവും. ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ ദുർഗാ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് 108 പ്രാവശ്യം വീതം. അപ്പോൾ ഈ ദുർഗാപ്രീതി വരുത്തിയാൽ രാഹുവിൻ്റെ ദോഷം കുറയും എന്ന് പറഞ്ഞു. പിന്നെ കേതു ദോഷപ്രദനാണ്. അത് ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ്. ഇനി ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം, കാല ഈ 3 നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. കാര്യ തടസ്സം, അധികമായിട്ടുള്ള ചെലവ്, ധനക്ലേശം, ദൂരയാത്ര, ബന്ധുക്കളും സ്നേഹിതരുമായിട്ട് ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പം മഹാദേവനെ ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. ഓം നമഃശിവായ ജപിക്കുന്നതും നല്ലതാണ് കാലത്തും വൈകിട്ടുമായിട്ട്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ല. കാര്യപരാജയം, മനസ്സമാധാനക്കുറവ്, ധനക്ലേശം, കടുത്ത വാക്കുകൾ മൂലം നഷ്ടമോ ക്ലേശമോ ഒക്കെ ഉണ്ടാകുക, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനക്ലേശം, കാര്യവിഘ്നം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറഞ്ഞു കിട്ടും. വിഷ്ണു ക്ഷേത്രങ്ങളിലെ പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ വ്യാഴം അനുകൂലനാണ്. ധനനേട്ടം, ധനലാഭം, ആനന്ദപ്രാപ്തി, ശത്രുനാശം, സർവകാര വിജയം, സന്താനഭാഗ്യം, സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങൾ, സന്തോഷങ്ങൾ, വിവാഹം ഒക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായ തുടക്കം കുറിക്കുന്നതിന് സാധ്യത. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏകദേശം ഒക്കെയും സാധിച്ചു കിട്ടുന്നതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, പ്രതാപം, കാര്യവിജയം, ധനാഗമം, സർവ്വവിധമായ സുഖപ്രാപ്തി, കാര്യവിജയം ഉണ്ടാകുക, ഉത്തമമായ ആഹാരം ലഭിക്കുക, ലാഭം ഉണ്ടാകുക, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇതൊക്കെ ലഭിക്കുക, ഭയങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുക. അതുപോലെ സ്ത്രീകൾ കാരണം പല നേട്ടങ്ങൾക്കും ഒരു തുടക്കം കുറിക്കുന്നതാണ്. പൊതുവെ നല്ലതാണത്. പിന്നെ ശനി അഷ്ടമശനിയായിട്ട് തുടരുന്നു. ധനക്ലേശം, എല്ലായിടത്തും ഒരു തടസ്സങ്ങൾ, ഉപദ്രവങ്ങൾ, സന്താനങ്ങൾ മൂലം മനക്ലേശങ്ങൾ തുടങ്ങിയ വഴിപാട് ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വെറ്റില മാല, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. രാഹുകേതുക്കളെ അനുകൂലരല്ല, ദോഷപ്രദരാണ്. ദുർഗാപ്രീതി വരുത്തുക, രാഹുവിൻ്റെ ദോഷങ്ങൾ കുറയും. ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷം കുറയും. ഇനി കന്നി രാശി. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ. ഇവർക്ക് 16-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ്. ധനനേട്ടം, പുതിയ സ്ഥാനമാനങ്ങൾ, ആരോഗ്യം അനുകൂലമായി വരിക, അഭിമാനപ്രദമായ പല നേട്ടങ്ങളും ഉണ്ടാകുക, പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ജോലി സ്ഥലത്ത് പല നേട്ടങ്ങളും അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ 17-ാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ്. ഈ നല്ല കാര്യങ്ങളൊക്കെ കിട്ടുന്നത് 16-ാം തീയതി വരെയേ ഉള്ളൂ. അതിനുശേഷം 17-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ്. പലയിടത്തും പല തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. അധികമായിട്ടുള്ള ചെലവുകൾ, ദൂരയാത്ര, സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ഓം നമഃശിവായ ജപിക്കുക കാലത്തും വൈകിട്ടും. ഇതൊക്കെ വളരെ നല്ലതാണ്. ഈ ദോഷം കുറയാൻ പറ്റുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ല.
ഭാര്യയുമായും വീട്ടുകാരുമായിട്ടും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ബന്ധുവിരഹം ഉണ്ടാകുക, രക്തസംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഭദ്രകാളി ദേവിക്ക് യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ്. ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. ദേവിക്ക് ഒരു കടുംപായസമാകാം, നെയ്വിളക്കാകാം, കുങ്കുമാർച്ചന, പുഷ്പാഞ്ജലി, ഇതെന്തെങ്കിലും ഒരു മാല ചാർത്തൽ, എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യാം. അല്ലെങ്കിൽ പോയി ചൊവ്വാഴ്ച ദിവസങ്ങൾ തീർച്ചയായിട്ടും പോയി ദർശനം നടത്തി തൊഴുതിട്ട് വരിക. ബുധൻ വളരെ അനുകൂലനാണ്. ധനാഗമനം, ആരോഗ്യം അനുകൂലമായി വരിക തുടങ്ങിയ ബന്ധുക്കൾ മൂലമായിട്ട് പല നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പലയിടത്തും പല പ്രശംസകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ നല്ല ഫലങ്ങളൊക്കെയാണ് തരുന്നത്. വ്യാഴം അത്ര അനുകൂലനല്ല. സന്താനങ്ങൾ മൂലം മനക്ലേശം, ധനക്ലേശം, സ്ഥാനഭ്രംശ ഭയം ഉണ്ടാകുക തുടങ്ങിയ ദോഷപ്രദങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമർച്ചന ചെയ്യുക, ദോഷം കുറയുന്നതാണ്. പിന്നെ ശുക്രൻ 20-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്. മനക്ലേശം, ധനക്ലേശം, സ്ത്രീകളുമായിട്ട് കലഹം തുടങ്ങിയ ക്ലേശത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ദോഷം കുറഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിലാണെങ്കിൽ വളരെ നല്ലത്. അതുപോലെ മഹാലക്ഷ്മി ദേവിയുടെ സ്തുതികളൊക്കെ ജപിക്കുന്നതും നല്ലതാണ്, ദോഷങ്ങൾ കുറയും. പിന്നെ ശനി കണ്ടകശനിയായി തുടരുന്നു. മനക്ലേശം, ധനക്ലേശം, ദൂരയാത്ര, പത്നി ക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി, നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, രോഗശമനം ഉണ്ടാകുന്നതാണ്. പിന്നെ ഓൺലൈൻ തൊഴിലുകളിലൊക്കെ പല നേട്ടങ്ങളുണ്ടാകുക, അങ്ങനെയൊക്കെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. കേതു ധനച്ചെലവ് വരുത്തുന്നതാണ്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി തുലാക്കൂറ്. ചിത്തിര, പകുതി, ചോതി, വിശാഖം, മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലെ. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. നല്ല ധനലാഭം, ആരോഗ്യം, അധികാരികൾ മൂലമൊക്കെ പല നേട്ടങ്ങൾ, പല സന്തോഷപ്രദമായ പല നീക്കങ്ങൾക്കും സാധ്യതയുണ്ട്. അതുപോലെ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഒട്ടുമുക്കാലും സാധിച്ചു കിട്ടുന്നതാണ്. പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, പുതിയ ജോലി ലഭിക്കുക, ജോലി സ്ഥലത്ത് പല നേട്ടങ്ങളും ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ കുജൻ അനുകൂലനല്ല. ധനച്ചെലവ് കൂടുതലായി വരുത്തുക, ബന്ധുവിരോധം ഉണ്ടാകുക, നേത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരുത്തുന്നതിന് സാധ്യതയുണ്ട്. ഈ ചൊവ്വാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ്. പുതിയ സ്ഥാനലാഭം, ശത്രുപരാജയം, ധനനേട്ടം, ജോലി ഒക്കെ പുതിയതായിട്ട് കിട്ടുക, അതിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഭാഗ്യാനുകൂല്യം ഉണ്ടാവുക തുടങ്ങിയ വളരെ നല്ല നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. 9-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഭാഗ്യാനുകൂല്യം ഉണ്ടാകുക, അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് സാധ്യത ഉണ്ടാകുക, സന്താന ഭാഗ്യം ഉണ്ടാകുക, ഇതുവരെ ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന ധനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഗൃഹലാഭം ഉണ്ടാകുക, പൊതുവെ എല്ലായിടത്തും ഒരു ഉയർച്ച, കാര്യസാധ്യത, സന്താനങ്ങളുടെ വിവാഹം, ജോലി ഇതൊക്കെയും സാധ്യമാകുക. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടെയാണ്. സർവ്വവിധമായ സുഖപ്രാപ്തി ലഭിക്കുക, വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. വളരെ പേരും പ്രശസ്തിയും ഒക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആരോഗ്യം അനുകൂലമാവുക, വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുക, സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, സ്ത്രീകൾ മൂലമൊക്കെ നേട്ടങ്ങൾ തുടങ്ങിയ
വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പക്ഷേ ഇത് 20-ാം തീയതി വരെയേ ഉള്ളൂ. 20-ാം തീയതിക്ക് ശേഷം ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ് പോവാണ്. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ലക്ഷ്മി ദേവിയുടെ നാമങ്ങളോ ഈ ലക്ഷ്മി സ്തവമോ ഒക്കെ ജപിക്കുന്നതും വളരെ നല്ലതാണ്. ശനി 6-ാം ഭാവത്തിലാണ്. വളരെ നല്ല ഫലങ്ങളൊക്കെയാണ് തരുന്നത്. ശത്രുനാശം, രോഗനാശം, ധാന്യാഭിവൃദ്ധി ഉണ്ടാകുക, കുടുംബ സുഖം ലഭിക്കുക, ഗൃഹഭാഗ്യം ഉണ്ടാകുക, സർവ്വവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ രാഹുകേതുക്കളിൽ കേതു വളരെ നല്ല നേട്ടങ്ങളൊക്കെ തരുന്നതാണ്. എന്നാൽ രാഹു അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. മനക്ലേശം ഉണ്ടാകുക, പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലം അല്ലെങ്കിൽ സ്നേഹിതർ മൂലമായിട്ടൊക്കെ പല ക്ലേശങ്ങളെ അവരോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. എന്നും മനക്ലേശം തരുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ. അപ്പോൾ അതിൻ്റെ ദോഷശാന്തിക്കായിട്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ദുർഗാ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. മഹാദേവന് വഴിപാട് ചെയ്യുക. ധാരകൂളമാലൊക്കെ ചെയ്യുക. ദുർഗാദേവിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നത് നല്ലതാണ്. രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാദേവി മന്ത്രമുണ്ട്. അത് ജപിക്കുന്നത് നല്ലതാണ്. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ആയില്യപൂജ നടക്കുമ്പോൾ അവിടെ ഒരു സർപ്പപൂജ, ആയില്യപൂജ ചെയ്യുന്നതും നല്ലതാണ്. ഇതിൻ്റെ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാവും. രാഹുവിൻ്റെ ക്ലേശം കുറഞ്ഞു കിട്ടും. ഇനി വൃശ്ചികക്കുറ്. വിശാഖം, കാല, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങളാണ് ഈ വൃശ്ചിക രാശിയിലുള്ളത്. ഇവർക്ക് സൂര്യൻ 16-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല ധനക്ലേശം ഉണ്ടാകുക, മനസമാധാനമില്ലാതെ ഉണ്ടാകുക, രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം, ബന്ധുക്ലേശം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. ദോഷങ്ങൾ കുറയും. ഓം നമഃശിവായ ഒരു 108 പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജപിക്കുക. ദോഷങ്ങൾ കുറയും. എന്നാൽ 17-ാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. നല്ല ധനലാഭം ഉണ്ടാകുക, ആരോഗ്യം അനുകൂലമായി വരിക, ബന്ധുസമാഗമം ഉണ്ടാകുക, സർവാഭിഷ്ട നേട്ടം ഉണ്ടാകുക. അത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം മുക്കാലും സാധിച്ചു കിട്ടുന്നതാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട്. അധികാരികൾ മൂലം പല നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് കാര്യങ്ങളൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനധാന്യ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ ലഭിക്കുക, ആരോഗ്യം അനുകൂലമായി വരിക, സന്തോഷം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, ഭൂമി ലാഭമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട്. പല നേട്ടങ്ങളും തരുന്നതാണ്. എല്ലായിടത്തും ഒരു വിജയം ഉണ്ടാകുക, അത് നല്ലത് തന്നെയാണ്. വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ കുജൻ. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ്. മനക്ലേശം, കാര്യതടസ്സം, അപവാദം കേൾക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് നല്ലതാണ്. ദോഷം കുറയും. പിന്നെ വ്യാഴം ദോഷസ്ഥാനത്താണ് സഞ്ചരിക്കുന്നതെങ്കിലും വിപരീത വേദം ഭവിക്കിയാൽ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് ഫലം തരുന്നത്. ധനനേട്ടം ഉണ്ടാകുക, സ്ഥാനമാന ലാഭം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, സന്താന ഭാഗ്യം ഉണ്ടാകുക, ആനന്ദപ്രാപ്തി. കൂടാതെ വീട്, ഭൂമി, വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനും ഒരു സാധ്യത ഉണ്ട്. മാതാവ് മൂലമൊക്കെ ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബ സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതിനൊരു സാധ്യതയുണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ശുക്രൻ അനുകൂലനായിട്ടാണ്. ദുഃഖശമനം ഉണ്ടാകുക, ധനലാഭം, സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി ദോഷസ്ഥാനത്താണെങ്കിലും വിപരീത വേദം മൂലം വളരെയേറെ അനുകൂലനായിട്ടാണ് ഫലങ്ങൾ തരിക. ധനലാഭം, രോഗശമനം, അധികാരപ്രാപ്തി, ബഹുമാന ലാഭം, ഭാര്യാപുത്രാദികളുമായിട്ട് സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം തരുന്നതാണ്.
പിന്നെ രാഹുകേതുക്കളിൽ രണ്ടും അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ദുർഗാ ദേവി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. അപ്പോൾ രാഹുവിൻ്റെ ദോഷമൊന്നും ബാധിക്കില്ല. അതുപോലെ കേതു 10ാം ഭാവത്തിലാണ്, അത്ര അനുകൂലം അല്ലാതെയാണ് സഞ്ചരിക്കുക. കർമ്മസ്ഥാനത്തൊക്കെ ക്ലേശങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷം ഉണ്ടാകില്ല. ഗണപതിക്കൊരു നാളികേര ഉടയ്ക്കലേ അല്ലെ ഗണപതി ഹോമം ചെയ്യലേ ഒരു അർച്ചനകൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മൂലമന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. ഈ കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, കാല ഈ 3 നക്ഷത്രങ്ങളാണ് ഈ ധനുരാശിയിലുള്ളത്. ഇവർക്കിപ്പോൾ സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ശത്രുക്കളുമായിട്ട് കലഹം ഉണ്ടാകുക, അധികാരികൾ മൂലം ക്ലേശം ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകുക, വരവ് ഒക്കെ ഒന്ന് കുറയുന്നതിന് സാധ്യത ഉണ്ടാകും. ധനവരവ്, വിരഹത്തിന് സാധ്യത ഉണ്ട്. അതുപോലെ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിനും ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് മഹാദേവന് യഥാശക്തി വഴിപാട് ചെയ്യുക. ഓം നമഃശിവായ ജപിക്കുക. മഹാദേവന് ധാര നടത്തുക, അല്ലെ കൂളമാല ചാർത്തുക, ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഓം നമഃശിവായ കാലത്തും വൈകിട്ട് ജപിക്കും 108 പ്രാവശ്യം വീതം. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു മാസം ഞായറാഴ്ച ദിവസങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അധികം യാത്രയൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് നല്ലതാണ്. പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ്. കാര്യപരാജയം ഉണ്ടാകുക, നീതി കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളോ വിപരീത ഫലങ്ങളോ ഒക്കെ ആകുന്നതിന് സാധ്യതയുണ്ട്. ദൂരയാത്ര ചെയ്യേണ്ടി വരിക, രോഗക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. കടുംബായുസമോ ഭദ്രകാളിക്ക് ഈ രക്തപുഷ്പാഞ്ജലിയോ എന്തെങ്കിലും ചെയ്യുക. ഒരു നെയ്വിളക്ക് കത്തിക്കാം, അർച്ചന ചെയ്യുക. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ദോഷം കുറയുന്നതിന് സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും വഴിപാട് ചെയ്തില്ല എങ്കിലും ചൊവ്വാഴ്ച ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി കാണിക്കയിട്ട് തൊഴുത് നമസ്കരിച്ച് വരുന്നത് തന്നെ വളരെ നല്ലതാണ്. ഈ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകും. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്, ദോഷം കുറയുന്നതാണ്. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സർക്കാർ തലത്തിൽ അധികാരപ്രാപ്തി ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, സർവ്വവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക, സന്താന ഭാഗ്യം ഉണ്ടാകുക, വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യം അനുകൂലമായി വരിക, വിവാഹാദി മംഗളകർമ്മങ്ങളിൽ മുഖ്യസ്ഥാനം വഹിക്കേണ്ടി വരിക, പുതിയ ബിസിനസ് തുടങ്ങുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താനങ്ങളുടെ വിവാഹം, ജോലി ഇതൊക്കെയും ശരിയായി വരിക. സന്താനങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ സാധിക്കുക, ജോലി സ്ഥലത്ത് അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുക, ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ല. സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അപമാന ഭീതി, നിത്യവൃത്തിയിൽ ഒക്കെ ചില ക്ലേശങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ടാകാം. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക, അപ്പം ദോഷങ്ങൾ കുറയും. പക്ഷേ ഈ ദോഷങ്ങളൊക്കെ 20-ാം തീയതി വരെയേ ഉള്ളൂ. എന്നാൽ 20-ാം തീയതിക്ക് ശേഷം ശുക്രൻ വളരെ അനുകൂലനായിട്ട് വരുന്നതാണ്. ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു. ശത്രുക്ലേശം ഉണ്ടാകാം, സ്ഥാനപരിവർത്തനം ഉണ്ടാകാം, ധനക്ലേശം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക, ദോഷങ്ങൾ കുറയുന്നതാണ്. പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ്. ശത്രുനാശം ഉണ്ടാകുക, രോഗശമനം ഉണ്ടാകുക, ധൈര്യം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ കേതു അത്ര അനുകൂലനല്ല. ഭാഗ്യക്കുറവ് വരുത്തുക, പിതൃക്ലേശം ഉണ്ടാകുക, ബന്ധുക്കൾ മൂലം ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക, ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും.
എന്നാലും കണ്ടകശനി ഉണ്ടെങ്കിലും പൊതുവെ അനുഗ്രഹമൊക്കെ ഉണ്ട്, അനുകൂലമുണ്ട്. എന്നാലും വളരെ ദോഷപ്രദമല്ലാത്ത ഒരു സമയമാണിത്. ഗുണഫലങ്ങളാണ് കൂടിയിരിക്കുന്നത്. ഇനി മകരക്കൂറ്. ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടം പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് മകരക്കൂറിലെ. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഭാര്യാപുത്രാദികൾക്ക് രോഗക്ലേശങ്ങളെ, ശത്രുക്കളുമായിട്ടൊക്കെ വഴക്ക് ഉണ്ടാകുക, പത്നീകോപം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. കൂടാതെ ഓം നമഃശിവായ കാലത്തും വൈകിട്ടും ജപിക്കുക. ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ്. പണത്തിന് ക്ലേശം ഉണ്ടാകാം, ഭാഗ്യക്കുറവുണ്ടാകാം, അപമാനമൊക്കെ സഹിക്കേണ്ടി വരിക തുടങ്ങിയ ഉഷ്ണരോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം. പിതാവിന് ക്ലേശം ഉണ്ടാകുക, പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക, ദോഷങ്ങൾ കുറയുന്നതാണ്. ക്ഷേത്രത്തിൽ ഭദ്രകാളിക്ക് ഈ കടും പായസം ചെയ്യാവുന്നതിൽ വളരെ നല്ലതാണ്. അവരവരുടെ പക്കപ്പിറന്നാളിൽ അതല്ലെങ്കിൽ അർച്ചന ചെയ്യാം, നെയ്വിളക്ക് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക. ഒന്നുമല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി തൊഴുത് വരുന്നതും നല്ലതാണ്. പിന്നെ ബുധനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ വഴക്കിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. സുഖക്കുറവ് ഉണ്ടാകുക, വളരെയേറെ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്, ദോഷം കുറയും. പിന്നെ വ്യാഴം ദോഷപ്രദനാണ്. ജോലി സ്ഥലത്ത് ക്ലേശങ്ങളെ, ജോലി മാറുന്നതിനോ ട്രാൻസ്ഫർ ആകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട സമയമാണ്, വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വളരെ ദോഷപ്രദനായിട്ടാണ് വ്യാഴൻ സഞ്ചരിക്കുന്നത്. ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യത കാണുന്നുണ്ട്. അഗ്നി മൂലം ക്ലേശം ഉണ്ടാകുക, ശത്രുക്ലേശം ഉണ്ടാകുക, രോഗദുരിതം ഉണ്ടാകുക, ധനക്ലേശം, ധനമോ സ്വർണമോ ഒക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം വളരെയേറെ ശ്രദ്ധിക്കുക. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ അർച്ചന, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, ദോഷം കുറയുന്നതാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കുക. പിന്നെ ശുക്രനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശത്രുക്ലേശം ഉണ്ടാകുക, സന്താനങ്ങൾ കാരണം മനക്ലേശം, ബന്ധുക്കളുമായി തർക്കം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണത്, ദോഷങ്ങൾ കുറയും. ശനി വളരെ അനുകൂലനായിട്ടാണ്. എല്ലായിടത്തും കാര്യവിജയം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ഉദ്യോഗ ലാഭം ഉണ്ടാകുക, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ സാധ്യത ഉണ്ട്, ജോലി കിട്ടാൻ സാധ്യതയുണ്ടാവും. ആരോഗ്യം, സുഖം, പദപ്രാപ്തി ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ രാഹുകേതുക്കൾ ദോഷപ്രദരാണ്. രാഹു അനുകൂലനല്ല, 2ാം ഭാവത്തിൽ ധനക്ലേശത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, ദുർഗാ മന്ത്രം ജപിക്കുക, ദുർഗാക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യലോ രക്തപുഷ്പാഞ്ജലി നടത്തുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, ഈ ദോഷം കുറയും. എന്നാൽ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷവും കുറയുന്നതിന് സാധ്യതയുണ്ട്. ഇനി കുംഭക്കൂറ്. അവിട്ടം പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാല് ഈ 3 നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് 16-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനാണ്. സർവകാര്യ വിജയം ഉണ്ടാകുക, സന്തോഷം, ധനലാഭം, ശത്രുനാശം, ലോക ബഹുമാനം, രോഗനാശം, നല്ല ആഹാരം, വസ്ത്രം ഇതൊക്കെ ലഭിക്കുക, സ്വാസ്ഥ്യം അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്.
പക്ഷേ 17-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെ സഞ്ചരിക്കുന്നതാണ്. വീട്ടുകാരും സ്നേഹിതരുമായിട്ട് ഒക്കെ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നു. ഭാര്യാപുത്രാദികൾക്ക് രോഗക്ലേശങ്ങളെ, ധനക്ലേശം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക, ദോഷം കുറയും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ്. സ്ഥാനഭ്രംശം ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക, കാര്യഹാനി ഉണ്ടാകുക, ദൂരയാത്ര തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക, ദോഷം കുറയും. പിന്നെ ബുധൻ ദോഷപ്രദൻ അല്ല. ഉത്തമ അന്നവസ്ത്രാദികളൊക്കെ ലഭിക്കുക, കാര്യവിജയം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. പൊതുവേ ഒരു ഉന്നതി ഉണ്ടാകുക, സുഖം ലഭിക്കുക, സർവകാര്യ വിജയം, സന്താനഭാഗ്യം, സന്താനങ്ങൾ മൂലം നേട്ടങ്ങൾ, സന്തോഷങ്ങൾ, സന്താനങ്ങളുടെ വിവാഹം, ജോലി, ഇതൊക്കെ ഒന്ന് അനുകൂലമായിട്ട് തുടങ്ങുന്നതാണ്. സർക്കാർ ആനുകൂല്യമൊക്കെ ലഭിക്കുക, വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. വിവാഹം നടക്കാതിരുന്നവർക്ക് അതിന് വിവാഹമൊക്കെ നടക്കുന്നതിന് ഒരു തുടക്കം കുറിക്കുന്നതാണ്. തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ വ്യാഴൻ. ശുക്രൻ 20-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. സന്താന സുഖം ലഭിക്കുക, കുടുംബ സൗഖ്യം ഉണ്ടാകുക, തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക, ധനധാന്യാദി ലാഭം ഉണ്ടാകുക, നല്ല ആഹാര വസ്ത്രാദികളൊക്കെ ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ 20-ാം തീയതി മുതൽ ദോഷപ്രദനാണ്. സന്താനങ്ങൾ കാരണം തന്നെ മനക്ലേശത്തിന് സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് തർക്കം ഉണ്ടാകുക, ശത്രുക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. അത് നല്ലതാണ്, ദോഷങ്ങൾ കുറയുന്നതാണ്. പിന്നെ ശനി 7.5 ശനിയായിട്ട് തുടരുന്നു. ധനക്ലേശം, ബന്ധുക്ലേശം, ബന്ധുക്കൾ മൂലം പല നഷ്ടങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ വരിക, വ്യർത്ഥമായിട്ടുള്ള വഴക്ക് തുടങ്ങിയ പല ദോഷങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയുന്നതാണ്. പിന്നെ രാഹുകേതുക്കൾ ദോഷപ്രദരായിട്ടാണ് സഞ്ചരിക്കുന്നത്. ദുർഗാപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. രാഹു നല്ല മനക്ലേശം, ദേഷ്യം ഇതൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട്. അപ്പം ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാ മന്ത്രം കാലത്തും വൈകിട്ടും ജപിക്കുക. ഓം നമഃശിവായ ജപിക്കുക. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഈ ആയില്യപൂജ നടക്കുകയാണെന്ന് വെച്ചാൽ അവിടെ സർപ്പപൂജ, ആയില്യപൂജയൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ ദോഷം ഒന്ന് കുറയും. പിന്നെ കേതുവും ദോഷപ്രദനായിട്ടാണ്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷത്തിനൊക്കെ ഒരു കുറവ് വരുന്നതാണ്. ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കൽ, അല്ലെ ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ കേതുവിൻ്റെ ദോഷത്തിനൊരു കുറവ് കിട്ടും. ഇനി മീനക്കൂറ്. പൂരിട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങളാണ് ഈ മീനരാശിയിലുള്ളത്. ഇവർക്ക് 16-ാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ്. സ്നേഹിതന്മാർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ട് മനക്ലേശത്തിന് സാധ്യതയുണ്ട്. മനഃശാഞ്ചല്യം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, ദോഷം കുറയും. എന്നാൽ 17-ാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ്. സന്തോഷം ഉണ്ടാകുക, കാര്യലാഭം ഉണ്ടാകുക, സ്വാസ്ഥ്യം അനുകൂലമായി വരിക, നല്ല ആഹാര വസ്ത്രാദികളൊക്കെ ലഭിക്കുക, ശത്രുനാശം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, പിന്നെ രോഗശമനം ഉണ്ടാകുക, ലോക ബഹുമാനം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ല. ധനനാശം, ഭോജനത്തിലൊക്കെ ക്ലേശങ്ങൾ, വീട്ടുകാരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസമോ പിണക്കമോ ഒക്കെ ഉണ്ടാകുക, നേത്ര രോഗങ്ങളുണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്, ദോഷം കുറയും.
ബുധൻ ദോഷപ്രദൻ അല്ലാതെയാണ് ഇരിക്കുന്നത്. പിന്നെ വ്യാഴൻ അനുകൂല ഭാവത്തിൽ അല്ല എങ്കിലും വിപരീത വേദം കാരണം വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങളൊക്കെയാണ് തരുന്നത്. സുഖം, ഉന്നതി, ധനാഗമനം, സർവകാര്യ വിജയം, ബന്ധു സുഖം, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക, വീട്, ഭൂമി, വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ സാധിക്കുക, ജോലി സ്ഥലത്ത് അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനാണ്. ധനലാഭം, സ്നേഹിത ലാഭം, കുടുംബസുഖം, തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക, സന്താനഭാഗ്യം ഉണ്ടാകുക, സർവ്വവിധമായ സുഖപ്രാപ്തി, നല്ല ആഹാരം, വസ്ത്രം മുതലായവയൊക്കെ ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി ജന്മശനിയായി തുടരുന്നു. മനക്ലേശം, രോഗം, കുടുംബക്കാരുമായി വഴക്ക്, ജോലി സംബന്ധമായ ക്ലേശങ്ങളെ, ബന്ധുവിരഹം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, ദോഷം കുറയും. രാഹു അനുകൂലനല്ല, നല്ല ചെലവ് കൂടുതലായിട്ട് വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ദുർഗാപ്രീതി വരുത്തുക, ദോഷം കുറയും. ശിവന്, മഹാദേവന് ധാരകൂളമാലയൊക്കെ ചാർത്തുന്നതും നല്ലതാണ്. ദേവിക്ക്, ദുർഗാദേവിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ്. എന്നാൽ കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്, ദോഷപ്രദൻ അല്ല. പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശത്രുനാശം ഉണ്ടാകുക, രോഗശമനം ഉണ്ടാകുക, അങ്ങനെ വളരെ നേട്ടങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട് ഈ കേതു മൂലം. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശുഭമസ്തു. ഓ